നമസ്കാരം. വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. മോദി സർക്കാരിനെ പിടിച്ചുകുലുക്കിയ റാഫേൽ ഇടപാടിൽ സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. റാഫേലുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കവേ സർക്കാരിനെ വീണ്ടും മുൾമുനയിൽ നിർത്തുന്ന വിധിയാണ് സുപ്രീം കോടതിയുടേത്. കോടതി വിധിയോടെ റാഫേൽ അഴിമതി വീണ്ടും ചർച്ചയാവുകയാണ്. ഫ്രഞ്ച് യുദ്ധവിമാന നിർമ്മാണ കമ്പനിയായ ദസോ നിർമ്മിക്കുന്ന 2 എഞ്ചിനുള്ള യുദ്ധവിമാനമാണ് റാഫേൽ. 2012 UPA സർക്കാരിന്റെ കാലത്താണ് ഫ്രാൻസിൽ നിന്നും റാഫേൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത്. 126 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു തീരുമാനം. 18 വിമാനങ്ങൾ വാങ്ങി ബാക്കി 108 വിമാനങ്ങൾ ബംഗളൂരുവിലെ HAL അസംബിൾ ചെയ്യാനായിരുന്നു കരാർ. പിന്നീട് സർക്കാർ ഈ കരാറിൽ നിന്നും പിന്മാറി. എന്നാൽ 2015 നരേന്ദ്രമോദിയുടെ പാരീസ് സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യ 36 റാഫേൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. UPA സർക്കാരിന്റെ കാലത്തെ കരാറുകൾ തള്ളി പുതിയ കരാർ അനുസരിച്ചായിരുന്നു വിമാനം വാങ്ങാനുള്ള തീരുമാനം. 58,000 കോടിയുടെ കരാറാണ് 2016 നരേന്ദ്രമോദി സർക്കാർ ഒപ്പുവെച്ചത്. HAL ഒഴിവാക്കി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ മുൻപരിചയമില്ലാത്ത അനിൽ അംബാനിയുടെ റിലയൻസ് ഡിഫൻസ് ലിമിറ്റഡിന് ഫ്രഞ്ച് കമ്പനിയുടെ ഇന്ത്യൻ പാർട്ണറായി തീരുമാനിച്ചതിലാണ് ദുരൂഹത ഉയർന്നത്. UPA കാലത്തെ കരാറിനേക്കാളും കൂടിയ തുകയ്ക്ക് കരാർ ഒപ്പിട്ട് സർക്കാർ ഖജനാവിന് വലിയ നഷ്ടം ഉണ്ടാക്കിയെന്നാണ് മോദി സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണം. UPA കാലത്തെ കരാർ പ്രകാരം ഒരു വിമാനത്തിന് ശരാശരി 525 കോടി രൂപയാണ് വിലയെങ്കിൽ പുതിയ കരാർ അനുസരിച്ച് 1,600 കോടിയാണ് വിലയെന്ന റിപ്പോർട്ട്. റിലയൻസിനെ പാർട്ണറാക്കി അനിൽ അംബാനിക്ക് കൊള്ളലാഭം നേടിയെടുക്കാനാണ് പഴയ കരാർ ഉപേക്ഷിച്ചതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇതോടെയാണ് റാഫേൽ ഇടപാടിലെ സാമ്പത്തിക ക്രമക്കേട് സുപ്രീം കോടതി കയറിയത്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.